തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ നമുക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് സ്നേഹത്തിൻ്റെ പ്രമാണം. അത് തൻ്റെ പീഡാസഹനത്തിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് അവിടുന്ന് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പ്രമാണം കാണിച്ചു തന്നത്. സ്നേഹത്തിൻ്റെ പ്രമാണമാണ് ക്രിസ്ത്യാനി പാലിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രമാണം. ആ പ്രമാണം പാലിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി പ്രമാണങ്ങളെല്ലാം പാലിക്കപ്പെടും എന്നുള്ളതാണ് ഒരു വലിയ സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഈ സ്നേഹം ദൈവം നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മളോട് സ്നേഹിക്കാനായിട്ട് പറഞ്ഞത്. മനുഷ്യവർഗത്തെ മുഴുവനും രക്ഷിക്കാനായിട്ട് സ്നേഹത്തിൻ്റെ പ്രമാണമാണ് കർത്താവ് നമുക്ക് നൽകിയത്. കർത്താവ് മനുഷ്യനായതും മനുഷ്യൻ്റെ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ച് വളർന്നതും പീഡാസഹനം, മരണം ഇതിലൂടെ കടന്നുപോയതും പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെപ്പോലെ ഒരുവനായി ഇതേ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ജീവിച്ച ഈശോ ഇത് തന്നെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യാവതാരത്തിൻ്റെ ആകത്തുകയും സ്നേഹമാണ്. വിശുദ്ധ കുർബാനയെ നൽകിയതും പരിശുദ്ധ അമ്മയെ മനുഷ്യകുലത്തിന് മാതാവായി നൽകിയതും വചനം പഠിപ്പിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും പിശാചുക്കളെ പുറത്താക്കിയതും മനുഷ്യന് ജീവൻ്റെ അപ്പം നൽകിയതും എല്ലാം സ്നേഹത്തിൻ്റെ ഫലമായിരുന്നു. ഈ സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലിയ കൽപ്പനയായിട്ട് അവിടുന്ന് നൽകിയത്. പാലിക്കപ്പെട്ടാൽ നമുക്കറിയാം, ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതം അതിമനോഹരമായിരുന്നുവെന്ന് സ്നേഹത്തിൻ്റെ പ്രമാണം പാലിക്കപ്പെട്ട ആ പഴയകാല ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ദൈവം കാണിച്ച സ്നേഹം കൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. കാരണം നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നമ്മളെ ദൈവം മക്കളായി സ്വീകരിച്ചു. ദൈവം കാണിച്ച സ്നേഹം കൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത് എന്ന്. ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ്, നമ്മളെ വെറുതെ അങ്ങ് സ്നേഹിച്ച് സ്വീകരിച്ച് ദൈവം നമ്മളെ മക്കളാക്കുകയായിരുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ദൈവം സ്നേഹം മാത്രമായതുകൊണ്ടും മനുഷ്യമക്കളോട് പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് ശക്തമായി ആവശ്യപ്പെട്ടതുകൊണ്ടും സ്നേഹം ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാക്കി ദൈവം തന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. സ്നേഹമില്ലാത്തവൻ ഒരിക്കലും ക്രിസ്ത്യാനിയാകാൻ സാധിക്കുകയില്ല. കാരണം ക്രിസ്ത്യാനിക്ക് ഈശോ നൽകിയത് സ്നേഹപ്രമാണമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശത്രു, ദൈവമക്കളുടെ ശത്രു, സഭയുടെ ശത്രു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ വിതയ്ക്കുന്നത് ശത്രുതയുടെ വിത്താണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഇത്രത്തോളം സ്നേഹമില്ലാതെ ആയിപ്പോകുന്നത്? കാരണം ദൈവം ഏറ്റവും പ്രാധാന്യം നൽകിയത് സ്നേഹത്തിനാണ് എന്ന് നമുക്കറിയാം. ദൈവം ഏറ്റവും പ്രാധാന്യം എന്തിനു നൽകുന്നുവോ അത് തകർക്കുക എന്നുള്ളത് തിന്മയുടെ ശക്തിയുടെ, പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ കുടുംബത്തിൽ വളരെ ക്രൂരമായി ആബേലിനെ കൊല്ലാനായിട്ട് കായന് സാധിച്ചത്. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ദൈവം ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ദൈവത്തോട് അവൻ മറുചോദ്യമാണ് ചോദിച്ചത്.
സ്നേഹത്തിൻ്റെ പ്രമാണത്തിൽ വലിയൊരു വീഴ്ച അവൻ വരുത്തി. അന്നേ തുടങ്ങി ഈ തിന്മയുടെ ശക്തിയുടെ പ്രവൃത്തികൾ. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചു. തീർച്ചയായും നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ അസൂയയുടെ പേരിൽ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സ്നേഹം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന, ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണം ഒത്തിരി ചിത്തയാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ തമ്മിൽ എത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കുവാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കും, എത്രമാത്രം ദൈവത്തിൻ്റെ പ്രമാണം നേരിട്ട് ലംഘിക്കാം ഒരു മടിയും കൂടാതെ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് നൽകിയ കൽപ്പന സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ നിത്യവും സ്വീകരിച്ച് വചന ശുശ്രൂഷകൾക്ക് മധ്യേ ജീവിച്ച് മറ്റുള്ളവരെ എത്ര വേണമെങ്കിലും ഉപദേശിക്കാനും ഗുണദോഷിക്കാനും എപ്പോഴും തയ്യാറാകുന്ന ക്രിസ്ത്യാനി, അതാണ് നമ്മുടെ പ്രത്യേകത. എപ്പോൾ വേണേലും ആരെ വേണമെങ്കിലും നമ്മൾ ഉപദേശിക്കും, എത്ര വചന ശുശ്രൂഷയിൽ വേണേലും നമ്മൾ പങ്കെടുക്കും. വിശുദ്ധ കൂദാശകൾ നമ്മൾ ഒരു കുറവും കൂടാതെ സ്വീകരിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മൾ പിച്ചി ചീന്തിക്കളയുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നവരെ കണ്ട് നമ്മൾ രസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടിനെ കുറ്റപ്പെടുത്തി നമ്മൾ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. എല്ലാ കാര്യത്തിലും എത്രത്തോളം തിന്മ ചെയ്താലും സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരായി എത്ര പ്രവർത്തിച്ചാലും എല്ലാത്തിനും നമുക്ക് ന്യായീകരണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്നേഹത്തിൻ്റെ പ്രമാണം എത്രത്തോളം വേണമെങ്കിലും ലംഘിച്ചിട്ട് എല്ലാം ന്യായീകരിക്കുവാൻ നമുക്കറിയാം. എത്രയോ പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് അത് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഇതൊരു അന്തിമ വാക്കാണ് സ്നേഹത്തെക്കുറിച്ചുള്ളത്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിലാണ് നമ്മളോടിത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാ, മറ്റെവിടെ നിന്നുള്ളതല്ല. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹിക്കുന്നവൻ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്ത ഒരു മനുഷ്യന് ദൈവത്തെ അറിയാൻ ഒരിക്കലും സാധിക്കുകയില്ല, കാരണം ദൈവം സ്നേഹമായതുകൊണ്ട്. പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പനയെ ഒഴിവാക്കി നമുക്ക് ഒന്നും ചെയ്യാനില്ല. പരസ്പരം സ്നേഹിക്കുക എന്നൊരു കൽപ്പനയെ ഒഴിവാക്കി നമുക്ക് യാതൊരു പ്രവൃത്തിയും ഒരിക്കലും എവിടെയും ചെയ്യാനില്ല. 1 കൊരിന്തോസ് 13-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. കാരണം സർവ്വസമ്പത്തും ദാനം ചെയ്യുന്നതും ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നതും നമ്മൾ തന്നെ ഇല്ലാതാവുന്നതിന് തുല്യമാണ്. അതായത് അത്രത്തോളം നമ്മൾ ചെയ്താലും ശരി, ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്ത് ഞാനങ്ങ് ഇല്ലാതായി തീർന്നു. എൻ്റെ സർവ്വസമ്പത്തും ഞാൻ ദാനം ചെയ്യുന്നു, എന്നിട്ട് സ്നേഹമില്ലെങ്കിൽ അതൊന്നുമല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം അതാണ്, ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കുക എൻ്റെ ശരീരം, ഞാൻ ഇല്ലാതായി തീരുക. എൻ്റെ സമ്പത്ത് മുഴുവനും കൊടുത്ത് ഞാൻ അങ്ങനെ ഒന്നുമല്ലാതായി തീരുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നു, എങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ സൈഡിലല്ല. നമ്മൾ കുറച്ച് നന്മപ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരിക്കും, പക്ഷേ സ്നേഹമില്ലാത്ത ആ പ്രവൃത്തി ഒന്നുമല്ല എന്ന് പൗലോസ് അപ്പോസ്തലനും
നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആയാൽ സ്നേഹമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ദൈവമക്കൾ ഇങ്ങനെ ആകുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? കാലഘട്ടം ചെല്ലുന്നവർ ആദിമക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ സ്നേഹമായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രരാരും ഉണ്ടായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും അവർ കൊടുക്കുമായിരുന്നു. ദാരിദ്ര്യദുഃഖം ആരും അനുഭവിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. അത്രത്തോളം സ്നേഹം അവർക്ക് തമ്മിലുണ്ടായിരുന്നു. എന്തേ ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവമക്കൾ ഇന്ന് ഇങ്ങനെയായി തീർന്നിരിക്കുന്നു? കാരണം സ്നേഹത്തിന് കർത്താവ് വലിയ വില കൊടുത്തു. കർത്താവിൻ്റെ കുരിശുമരണവും അവിടുന്ന് അപ്പമായി നിത്യവും നമ്മോട് കൂടെ ആയിരിക്കുന്നതും നമുക്ക് നൽകിയതും കുദാശയിലൂടെ കൃപാവരങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് നൽകുന്നതും ഇതെല്ലാം സ്നേഹത്തിൻ്റെ വിതരണമാണ്. ഈ കുദാശകളുടെ സ്വീകരണവും വചനപ്രഘോഷണവും ശുശ്രൂഷകളുമെല്ലാം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ജീവൻ്റെ അപ്പം നൽകിയത്, വിശുദ്ധ കുർബാനയായി തന്നെ നൽകിയതും ഈ സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോ ആ ഒരൊറ്റ ലക്ഷ്യത്തിനാണ് വിശുദ്ധ കുർബാന നൽകിയത്. സ്നേഹം, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുക, ഈശോ നമ്മളിൽ ജീവിക്കുക, ഇതൊക്കെ ഈശോയുടെ ലക്ഷ്യമാണ്. പക്ഷേ ഈശോയുടെ ഈ ലക്ഷ്യങ്ങളെ മുഴുവനും മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും നൽകി അവരെ സ്നേഹിച്ചതുപോലെ ഇന്ന് തന്നെ നമുക്ക് നൽകി. ഈശോയുടെ ഈ സ്നേഹം മുഴുവൻ ശത്രുവായ പിശാച് എല്ലാം വിപരീതമാക്കിയിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ഈ കൂദാശ സ്വീകരിച്ചിട്ടും ഉടനെ തന്നെ ശത്രുതയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യൻ ഇന്ന് ഒരു മടിയുമില്ലാതായി തീർന്നിരിക്കുന്നു. എന്താണ് കാരണം? തിന്മയുടെ ശക്തി അവൻ്റെ മേൽ അത്രത്തോളം ശക്തി പ്രാപിച്ചിരിക്കുന്നു. തിന്മയുടെ സ്വരങ്ങൾക്ക് അവൻ അത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ തിന്മയെ ഒത്തിരിയേറെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആത്മീയതയുടെ പ്രവൃത്തികൾ അവൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സ്നേഹത്തിനെതിരായ പ്രവൃത്തി ചെയ്തുകൊണ്ട് വൈരുദ്ധ്യങ്ങളിലേക്ക് അവൻ കടന്നു പോവുകയാണ്. നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്ന്. അപ്പം ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് ഇതിനെല്ലാം എതിരായി ദൈവത്തെ പരാജയപ്പെടുത്താൻ അവൻ നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. നിൻ്റെ ശരീരം ഭക്ഷിക്കുകയും നിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ടും, നീ നിന്നെ തന്നെ നൽകിയതാണ്, അതെല്ലാം ചെയ്തിട്ടും മനുഷ്യർ നിന്നെ ഈ കാണിക്കുന്നത് കാണുന്നില്ലേ എന്ന് പിശാചിന് ദൈവത്തോട് ചോദിക്കാൻ പറ്റും. അതിനുള്ള ആ ചോദ്യത്തിന് നമ്മൾ അവസരമൊരുക്കി കൊടുത്തിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹത്തെ പരാജയപ്പെടുത്തുന്നത് ദൈവത്തെ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണ്. വിശുദ്ധ കുർബാനയ്ക്കെതിരായ ഏറ്റവും വലിയ പാപമാണ് സ്നേഹത്തിനെതിരായ പ്രവൃത്തികൾ. അപ്പോൾ ശത്രു വിതയ്ക്കുന്ന തിന്മയുടെ, ശത്രുതയുടെയും വെറുപ്പിൻ്റെയും വിത്തുകൾ കാരണം നമ്മൾ കാണാൻ കൗതുകമുള്ളതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി വീഴുന്നു. നമ്മുടെ മുമ്പിൽ ഈ തിന്മയുടെ ശക്തി എല്ലാം മധുരം പുരട്ടി തരുമ്പോൾ കുരിശിലെ സ്നേഹവും മനുഷ്യാവതാരവും ആത്മാവിനെ നൽകിയതും വിശുദ്ധ കുർബാനയും നമ്മൾ വളരെ സൗകര്യപൂർവ്വം നമ്മൾ വിസ്മരിക്കുകയാണ്. അപ്പം മധുരം പുരട്ടിയ വിഷം നമ്മളിലേക്ക് തന്നുകൊണ്ട് നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കാമെന്ന് ലോകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആ വാഗ്ദാനം പിശാചിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ പൂർണ്ണ സന്തോഷത്തോടെ ഈ ശത്രുതയെല്ലാം ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും ശത്രുതയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്നെ കായേന് നേരിട്ട് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പ് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ കായേന് വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഉൽപ്പത്തി 4:6. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്നോർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു,
നീ അതിനെ കീഴടക്കണം. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് കായനോട് ചോദിക്കുന്നത്, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. ആബേൽ ഉചിതമായി പ്രവർത്തിച്ച് സ്വീകാര്യനായി. അതുകൊണ്ടാണല്ലോ നിൻ്റെ മുഖം ഇപ്പോൾ വാടിയിരിക്കുന്നതും നീ കോപിച്ചിരിക്കുന്നതും. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. പാപം പടിവാതിൽക്കൽ തന്നെ കാത്തിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം. നിൻ്റെ വാതിൽക്കൽ തന്നെ പാപം കാത്തിരിപ്പുണ്ട്. നീ വാതിൽ തുറന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് പാപം നിന്നെ വിഴുങ്ങാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും, നമ്മുടെ ജോലി മേഖലകളിലും, നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാം പാപം പതിയിരിപ്പുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പാപം പതിയിരിപ്പുണ്ട്. സ്നേഹബന്ധങ്ങളിൽ പാപം പതിയിരിപ്പുണ്ട്. അപ്പം വാതിൽക്കൽ തന്നെ അത് പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം. അതെന്ന് മാത്രമല്ല, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നിന്നോടൊരു താല്പര്യം അതിനുണ്ട്. ആ താല്പര്യം നിന്നിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അതിനെ കീഴടക്കണം. നമുക്കറിയാം, മുന്നോട്ട് വായിക്കുമ്പോൾ കായൻ ദൈവത്തിൻ്റെ ഈ ഉപദേശം ശ്രദ്ധിച്ചില്ല എന്ന്. അവൻ കായനെ കൊന്നു. ദൈവത്തിൻ്റെ ഈ സ്വരം ഇന്നും നമ്മളോട് മുഴങ്ങിയിരിക്കുന്നുണ്ട്. പാപം പതിവാതിൽക്കൽ തന്നെ കാത്തിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം ഓരോ ദിവസവും. ഉള്ളിൽ ശത്രുത മുറ്റി നിൽക്കുന്ന സമയത്ത് കായൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ മുന്നറിയിപ്പ് അവന് കൊടുത്തത്. ഈ മുന്നറിയിപ്പ് നമ്മളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കേൾക്കണം. ദൈവമക്കൾക്കെല്ലാമായി ദൈവം നൽകുന്ന മുന്നറിയിപ്പാണിത്. ദൈവമക്കൾക്കെല്ലാമായിട്ട് ദൈവം നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണിത്. നീ എന്തുകൊണ്ട് കോപിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് മുഖം വാടിയിരിക്കുന്നു? തിന്മയും ശത്രുതയും അവനിൽ ശക്തിപ്പെട്ട് വരുന്നത് എന്താണ് എന്ന് കർത്താവ് നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുമെന്ന് പറയുന്നത്. ഉചിതമായി പ്രവർത്തിച്ചാൽ നമ്മളെല്ലാം ദൈവസന്നിധിയിൽ സ്വീകാര്യരാകും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുന്നത് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 8-ാം തിരുവചനം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. ആരെന്നില്ല, ആരെ കിട്ടിയാലും വിഴുങ്ങും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക. അതിനുള്ള ഒരേ ഒരു മരുന്ന് വിശ്വാസം. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിനെതിരായ പ്രവൃത്തികൾ നമ്മുടെ സംസാരത്തിലൂടെയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൂടെയും നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ വ്യാപാരത്തിലും നമ്മുടെ ഇടപാടുകളിലും ഒക്കെയാണ്. നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന അസൂയ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരം വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഈ തിന്മയെല്ലാം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്ന തിന്മകൾ മുഴുവനും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കൂദാശകൾ കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കൂദാശകൾ വേണ്ടത്ര ഒരുക്കത്തിലാണെങ്കിൽ ഇതിനെല്ലാം മറുമരുന്നാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് കീഴ്പ്പെടരുത് എന്ന് വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു സംഭവം നമുക്ക് കാണാം. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാഹം നെഗേബിൽ പാർക്കുന്ന സമയമാണ്. അബ്രാഹത്തിനും കൂടെ ഉണ്ടായിരുന്ന ലോത്തിനും ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു. ലോത്ത് അബ്രാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക്. ഒരുമിച്ച് താമസിക്കാൻ ആ ദേശം അവർക്ക് മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കാൻ വയ്യാതായി. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി.
അത് വലിയൊരു പ്രശ്നമാണ്. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ അവരൊരുമിച്ച് അബ്രാഹവും ലോത്തും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു. രണ്ടു പേർക്കും ഇഷ്ടം പോലെ സമ്പത്ത്, കന്നുകാലികൾ, ആട്ടിൻകൂട്ടങ്ങൾ എല്ലാം ഇഷ്ടം പോലെ, കൂടാരങ്ങളെല്ലാം അവർക്ക് ഇഷ്ടം പോലെ. അപ്പോൾ ഈ സമ്പത്ത് വർദ്ധിച്ചു വന്നു. ആടുമാടുകൾ പെറ്റുപെരുകി ഇഷ്ടം പോലെയായി, വലിയ സമ്പന്നരായി മാറി രണ്ടുപേരും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാലിക്കൂട്ടങ്ങൾ, അവരെ മേയ്ക്കുന്ന ഇടയന്മാർ തമ്മിൽ വഴക്കുകളായി. ഞങ്ങളവിടെയാണ് ആടുകളെ മേയ്ക്കുന്നത്, നീ അങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെന്തിനും ആടുകളെ മേയ്ക്കുന്നു. അങ്ങനെ ഇടയന്മാർ തമ്മിൽ ഭയങ്കര വഴക്ക്. അപ്പോൾ അബ്രാഹാം ഒരു ദിവസം ലോത്തിനെ വിളിച്ചു പറഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം തിരുവചനം. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞ് പോവുക. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞ് പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ദേശമാണെന്ന് ലോത്ത് കണ്ടു. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. കർത്താവ് സൊദോം നശിപ്പിക്കുന്നതിനുമുള്ള മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞത് എത്ര മനോഹരമായ വാക്കാണെന്ന് ഓർത്തു വയ്ക്കുക. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിൽ, നമ്മുടെ ഇടയന്മാർ തമ്മിൽ, നമ്മുടെ ജോലിക്കാർ തമ്മിൽ, നമ്മുടെ മക്കൾ തമ്മിൽ കലഹമുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹമുണ്ടാകാൻ പാടില്ല, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. എത്ര മനോഹരമായ സംസാരമാണ് അബ്രാഹത്തിൻ്റേത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിനുണ്ടെങ്കിൽ എത്രയോ കലഹങ്ങൾ ഒഴിവായി കിട്ടും. അബ്രാഹാം സംസാരിച്ച ഈ സംസാര രീതി ഉൾക്കൊള്ളാനും ആ സംസാര രീതി നമ്മുടെ സംസാര രീതിയാക്കി മാറ്റാനും നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരനുഗ്രഹമായിട്ട് തീരും. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കും, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കും. ഇതായിരിക്കട്ടെ നമ്മുടെയും ജീവിതശൈലി എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ഒരുപാട് അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വന്തമാക്കാനും നമ്മുടെ ജീവിത വഴികളിൽ ഇതൊക്കെ നമുക്ക് വഴിവിളക്കായിട്ട് നമ്മുടെ മുമ്പേ പോകണം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണം അതിനായിരിക്കട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രമാണം ഒരു കുറവും കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സ്നേഹത്തിൻ്റെ പ്രമാണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിയെടുക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.